മേടയിൽ വീടെന്ന പേരിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് സംഗീതവും. രാജ്യത്തിൻ്റെ തന്നെ സമുന്നതമായിട്ടുള്ള പത്മശ്രീ പുരസ്കാര ജേതാവാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ടീച്ചർ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. സോളജിയൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ടിപ്പോൾ പാട്ടിലേക്ക് എത്തി. എങ്ങനെയായിരുന്നു അത്തരത്തിലൊരു യാത്ര? പാട്ടിലേക്കുള്ള യാത്രയോ? അത് ഞാൻ ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ചെമ്മൻകുടി സാറാണ് ആ ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കി തന്നത്. ഞാൻ സുവോളജി പഠിച്ച് പാസ്സായി നിൽക്കുന്ന കാലത്ത് എൻ്റെ പാട്ട് കേട്ടിട്ട് സാറ് എൻ്റെ അച്ഛനെയും അമ്മയും ഉപദേശിച്ചു, ഈ കുട്ടിയെ പാട്ടിലേക്ക് തന്നെയാണ്, സംഗീതത്തിലേക്ക് തന്നെയാണ് വിടേണ്ടത് എന്ന്. അങ്ങനെയാണ് അക്കാഡമിയിലും കൂടെ ചേർത്തു എന്നെ. അതുകൊണ്ടാണ് ക്ലാസിക്കൽ കുറച്ചെങ്കിലും പാടാറായത്. ഒരുപാട് സംഗീതജ്ഞർ താങ്കളുടെ തന്നെ ശിഷ്യന്മാരും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പുരസ്കാരം തേടിയപ്പോൾ അവരുടെ അഭിനന്ദനം എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അഞ്ചലിൽ നിന്ന്. അത് കഴിഞ്ഞ് അപ്പോഴാണ് നിങ്ങളെല്ലാം വന്നത്. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് മാറ്റി വെച്ചിരിക്കുക, ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആരൊക്കെ വിളിച്ചു, കുറേ പേരൊക്കെ വിളിച്ചത് ഞാൻ അറ്റൻഡ് ചെയ്തു. ഇനിയും വിളിക്കാനിരിക്കുന്നതേ ഉള്ളൂ ആളുകൾ. മേടയിൽ വീട്ടിലേക്ക് ഇത്തരമൊരു പുരസ്കാരം എത്തുന്ന ആദ്യമായിട്ടാണ്, പത്മശ്രീ എത്തുന്ന ആദ്യമായിട്ടാണ്. പത്മശ്രീ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി ശ്രീകുട്ടന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പുരസ്കാരം കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഗീത അധ്യാപക എന്ന നിലയിലും കൂടെ എങ്ങനെയാണ്? ഞാനൊരു വോക്കലിസ്റ്റായിരുന്നു, അതോടൊപ്പം ഒരു അധ്യാപികയായിരുന്നു, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡും പ്രൊഫസറായിരുന്നു യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അത് മൂന്നും കൈകാര്യം ചെയ്യുവാൻ എനിക്ക് ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അഭിനന്ദനങ്ങൾ ടീച്ചർ. താങ്ക് യു.